Hi everyone, ഞാൻ ബാനർജി ഭാസ്കരൻ from Onward Business Consulting and Training LLP. We have offices in Trivandrum, Kochi and Calicut. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെയിൽസുകാർ ഫേസ് ചെയ്യുന്ന 3 പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നും ആ പ്രശ്നങ്ങൾ എങ്ങനെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. വാട്ട്, ഹൗ ആൻഡ് വെയർ എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു സെയിൽസിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. അതായത് സെയിൽസിലേക്ക് നമ്മൾ ആളിനെ എടുത്തു, ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനത്തിലെ രീതിയും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആ വരുന്നതുമായി ഒരുപക്ഷെ നമ്മളുടെ സ്ഥാപനത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. രണ്ടാമത് ഹൗ എന്നുള്ളതാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന സംഗതികളാണ് സെയിൽസ് പ്ലാൻ എന്നുള്ളത്. കൃത്യമായ ഒരു സെയിൽസ് പ്ലാൻ ഓരോ സെയിൽസ് പാർട്ടിക്കും സെയിൽസ് എക്സിക്യൂട്ടീവിനും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യണം. ഓരോ സെയിൽസ് മെമ്പേഴ്സിനും ഒരാഴ്ചയ്ക്ക് ശേഷം അതൊരു സെയിൽസ് റിപ്പോർട്ടായി മാറുക. ആ റിപ്പോർട്ടിനെ റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് പറയുന്നത് നമ്മൾക്ക് ബിസിനസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ റേറ്റ് കൂടുതലാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെ ക്ലോസ് ചെയ്ത ബിസിനസ് ഏതൊക്കെയാണ്, അതെങ്ങനെ നമ്മൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു, ഈ കാര്യങ്ങളിലൂടെയുള്ള ക്ലാരിറ്റി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തെടുക്കുക. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാതിരിക്കുന്നത്, ഇതുപോലെയുള്ള റിവ്യൂ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെയിൽസ് പ്ലാൻ ആൻഡ് സെയിൽസ് റിപ്പോർട്ട് ആൻഡ് സെയിൽസ് റിവ്യൂ, ഈ കാര്യങ്ങൾ വളരെ നിർബന്ധമായി എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ നടത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തത് ഫൈനലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ വി നീഡ് ടു ഡു. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് യുവർ റൈറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്. 50,000 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് 1000-ഓ 2000-ഓ രൂപ പർച്ചേസ് പവറുള്ള വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ബിസിനസ് നടക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഫൈൻഡ് ഔട്ട് യുവർ റൈറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ് ആൻഡ് ദെൻ സെൻഡ് യുവർ സെയിൽസ് പീപ്പിൾ ടു ദെയർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾക്ക് ഒന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ സെയിൽസിൻ്റെ കുറേയധികം പ്രശ്നങ്ങൾ, മറ്റേത് കസ്റ്റമർ റിലേറ്റഡായ പ്രശ്നങ്ങളാണ്, കസ്റ്റമറുടെ ഒബ്ജെക്ഷനും അതുപോലുള്ള സംഗതികളും. ഇത് ഇൻറ്റേർണലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സെയിൽസ് ടീം ഫേസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.